ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജയൻ സ്ക്വാഡ്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ കണ്ടൻറ്റുമായിട്ട് വന്നിരിക്കുന്നു. അതായത് നമുക്ക് ബിഗ് ടൈം മെസ്സി കാർഡ് നമുക്ക് പോയ വർഷം ഒരു 3 കാർഡ് ലഭിച്ചിരുന്നു. ഈ വർഷം ഇപ്പം ബ്ലഡ് സ്കാറിലുള്ള ഒരു ബിഗ് ടൈം കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും, ഇതിൽ ഏത് മെസ്സി കാർഡാണ് മികച്ചതെന്ന്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാനിതിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് ഈ കാർഡുകളാണ് ഞാൻ ഇപ്പം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൽ ഒന്ന് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ബോട്ട് കിസ്സിങ് മെസ്സി. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അതെൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണുള്ളത്, ഈ അക്കൗണ്ടിലില്ല. അത് നല്ലൊരു കാർഡാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ കാർഡിൽ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ വലിയ OP ലെവലൊന്നും ഇല്ലെങ്കിലും ഒരു അടിപൊളി നല്ല പെർഫോമൻസ് തരുന്നൊരു കാർഡാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമല്ല, ഒരു 2-3 വീക്കായി അതിൻ്റെ പെർഫോമൻസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അവർ നെർഫ് ചെയ്തെന്നാണ് തോന്നുന്നത്. ഫിനിഷിങ് പോരാ, പിന്നെ ഹെഡിങ്ങിന് നല്ലൊരു പ്രാധാന്യം കൊടുത്തൊരു കാർഡായിരുന്നു അത്. ആ ഹെഡിങ്ങും ഇപ്പോൾ പറ്റ വീക്കായി, ഫിനിഷിങ്ങും നല്ല രീതിയിൽ വീക്കായിട്ടുണ്ട്. ആ കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം പഴയൊരു ഫിനിഷിങ് ഇല്ല ആ കാർഡിന്. പിന്നെ സ്പീഡൊക്കെ ഓക്കെ പക്കയാണ്, പക്ഷേ എന്തോ എവിടെയോ ഒരു നെർഫ് ചെയ്തിട്ടുണ്ട്, ഒരു 100% ഷുവറാണ്. പിന്നെ നിലവിൽ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എപ്പിക്കല്ല, എന്നിരുന്നാൽ കൂടി ഞാൻ ഈ കാർഡ് ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ഇത് എല്ലാവർക്കും എടുക്കാവുന്നൊരു കാർഡാണ്. വെച്ചാൽ പാക്കിൽ 1500 പോയിൻറ്റ് പാക്കിൽ വന്ന കാർഡാണ്. ഇത് ഞാൻ എടുത്തിരുന്നു. ഇത് 358 മാച്ച് കളിച്ചു, 139 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ കാർഡ്, 104 അസിസ്റ്റും. ഇത് ഒരു യങ് മെസ്സിയാണ് ഇപ്പോൾ ഉള്ളതിൽ. നിലവിൽ ഏറ്റവും യങ് ഇതാന്ന് തോന്നുന്നു, 19 വയസ്സ് മാത്രമുള്ള ബാഴ്സയിലെ മെസ്സിയാണ്. ഇത് നല്ല പെർഫോമൻസാണ് തരുന്നത്. പിന്നെ പ്രോളിഫിക് വിങ് ആണ് പ്ലേയിങ് സ്റ്റൈല്. ഞാൻ CF ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, നല്ല ക്വിക്നെസ് ഉണ്ട്. ഒരു എപ്പിക് കാർഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തരുന്ന നല്ലൊരു കാർഡാണിത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ബിഗ് ടൈം മെസ്സി, ഇത് കഴിഞ്ഞ വർഷം കിട്ടിയ എല്ലാവർക്കും കിട്ടിയോന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയതാണ്. ഈ അക്കൗണ്ടിൽ കിട്ടിയതാണ്. വേൾഡ് കപ്പ്, അതായത് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്ന എന്തെന്നാണ് അതിന് നെയിം കൊടുത്തേക്കുന്ന കിങ് ഓഫ് ഫുട്ബോളിൻ്റെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന തന്നെ ഒരു കാർഡാണ്. എന്നുവെച്ചാൽ ശരിക്കും ഒരു എൻഡ് കാർഡെന്ന് തന്നെ ഈ കാർഡിനെ പറയാം. ഡീപ് ലൈൻ ഫോർവേഡ് മെസ്സിയാണ്, ഏജ്ഡ് ആണ്, പക്ഷേ എല്ലാം കൊണ്ടും നല്ല സ്പീഡുണ്ട്. അത്രയ്ക്കില്ല, ആക്സിലറേഷൻ നല്ലതുകൊണ്ട് നല്ല ക്വിക്നെസ്സായി കളിക്കുന്ന ഒരു കാർഡാണ്. പിന്നെ മെയിനായിട്ട് ഇത് പറയുകയാണെങ്കിൽ ഇതിന് നല്ല ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. മെസ്സിക്ക് ഇത്ര ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉള്ള ഒരു കാർഡ് വേറെ ഇല്ല. നല്ലൊരു കാർഡാണിത്. ഈ കാർഡും കുറച്ച് നാളായിട്ട് ചെറുതായിട്ട് നെർഫ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ല കേളും കിക്കിങ്ങും എല്ലാം. ഇത് ഏത് മാച്ച് കളിച്ചാലും, ഞാൻ കളിക്കുന്ന മാച്ചിലെല്ലാം ഒരു 10 മാച്ച് കളിച്ചാൽ എങ്ങനെയാണെങ്കിലും ഒരു 7 മാച്ചിലേലും ഈ മെസ്സി ഗോൾ സ്കോർ ചെയ്യുമായിരുന്നു ഓൺലൈൻ മാച്ചിൽ. പക്ഷേ ഇപ്പം കുറച്ച് നാളുകളായിട്ട് അത്രയൊരു പെർഫോമൻസ് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും കൊണാമിയാണ്, നമുക്കറിയാം. അവർ പുതിയ കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പഴയ കാർഡിൻ്റെ പവർ കുറയ്ക്കും. ഓക്കെ, നമുക്ക് ഇപ്പം ഒരുപാട് കാർഡ് അതിന് ഉദാഹരണമാണ്. ബ്ലഡ് സ്കെയറിൽ നമുക്കറിയാമല്ലോ. ഇപ്പം കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് ഒന്നും ഇപ്പം പുതിയ വന്ന മെസ്സിയുടെ കാർഡ് പോലും നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വർഷം വന്ന കാർഡ് നോക്കാം. ഈ വർഷം വന്ന ബ്ലഡ് സ്കാറിൽ മെസ്സി, ഇത് ഞാൻ പേഴ്സണലായി സൈൻ ചെയ്തിരുന്നു. ഇത് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് നമുക്ക് ഒരു മാസത്തോളമൊക്കെ കിട്ടി. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സ്കെയറിൽ മെസ്സിയുടെ പ്രശ്നമല്ല, നമുക്കറിയാമല്ലോ. ബ്ലഡ് സ്കെയറിൻ്റെ പവർ നല്ലതുപോലെ അവർ നെർഫ് ചെയ്തു. എന്നുവെച്ചാൽ ഒരുപാട് നമ്മൾ ഷുവർ ഗോളെന്ന് ഉറപ്പിക്കുന്നത് എന്താ, നമ്മൾ ക്രോസ് ബാറിലടിച്ച് പുറത്തേക്ക് പോകും, ഇല്ലെങ്കിൽ ക്രോസ് ബാറിന് മുകളിലൂടെ പോകും, ഇല്ലെങ്കിൽ ഗോളി സേവ് ചെയ്യും. ഗോളി എന്ന് വെച്ചാൽ പീറ്റർ സ്മൈക്കിളൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു 90% ബ്ലിസ്കുകൾ സ്റ്റോപ്പ് ചെയ്യും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ചെക്ക് ആവറേജ് പിടിക്കുമെങ്കിലും സ്മൈക്കിൾ ഓപ്പുണ്ടെങ്കിൽ നമ്മൾ ബ്ലിസ്കുകൾ വെറുതാണ്. നമ്മളൊരു 4-5 ഷോട്ട് എടുത്താൽ ചിലപ്പോൾ ഒന്ന് കയറാം, ഒന്ന് പോസ്റ്റിലടിക്കാം, ഇല്ല ബാക്കിയെല്ലാം സ്മൈക്കിൾ സേവ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ 475 മാച്ച് കളിച്ചു. ഇതെല്ലാം ഓൺലൈൻ മാച്ചാണ്, ഞാൻ ഓഫ്ലൈൻ മാച്ച് കളിക്കാറില്ല. കളിക്കാറുണ്ടെങ്കിൽ തന്നെ ഈ മെയിൻ ഇങ്ങനത്തെ കാർഡിട്ട് ഞാൻ കളിക്കാറില്ല. പിന്നെ ഇതിൽ 159 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, 121 അസിസ്റ്റും ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. പ്രോളിഫിക് വിങ്ങറാണ് ഇതും.
അത്യാവശ്യം സ്പീഡുണ്ട്, സ്പീഡുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ബ്ലിറ്റ്സ് കേർൽ ഇപ്പം വർക്ക് ആവാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാർഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി മോശമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്, സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ ട്രെയിൻ ചെയ്തതാണ്, ഓട്ടോയിലൊക്കെയല്ല, എൻ്റെ പേഴ്സണലായ രീതിയിൽ ഞാൻ ട്രെയിൻ ചെയ്തതാണ്. കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. എന്നിരുന്നാലും എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കാർഡായിട്ട് ഇപ്പോഴും കിട്ടിയപ്പോഴും ഇപ്പോഴും തോന്നുന്നു, അതായത് എനിക്ക് ആ കാർഡ് ലാസ്റ്റ് ഇയർ കിട്ടിയതാണ്, ഇപ്പോഴും നെർഫ് ചെയ്തിട്ടില്ല എന്നെനിക്ക് തോന്നുന്ന ഒരു കാർഡാണ്, അത് ഈ കാർഡാണ്, ഈ ബിഗ് ടൈം മെസ്സി. നമുക്കെല്ലാവർക്കും അറിയാം, സൺ ഓഫ് ഗോഡ്, അങ്ങനെയാണ് കൊണാമിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ പറയാം, സൺ ഓഫ് ഗോഡ് തന്നെയാണ് ഈ കാർഡ്. ഇത് ഞാൻ 674 മാച്ച് കളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓൺലൈനാണ്, ഓഫ്ലൈൻ ഒറ്റ മാച്ച് പോലും ഞാൻ ഈ കാർഡ് വെച്ച് കളിച്ചിട്ടില്ല. 258 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. നിലവിൽ 154 അസിസ്റ്റും ഉണ്ട്. ഇത് ഞാൻ ട്രെയിൻ ചെയ്തേക്കുന്നത് ഇത് എൻ്റെ പേഴ്സണൽ രീതിക്കാണ്. ഇത് പിന്നെ ഒരു പ്രോളിഫിക് വിങ്ങർ അല്ല, ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. എന്നിരുന്നാലും സ്പീഡ് മറ്റ് കാർഡുകളെ അപേക്ഷിക്കുമ്പോൾ ഇതിന് കുറവാണ്. പക്ഷേ ഞാനത് എൻ്റെ രീതിക്ക് ചെയ്തുകൊണ്ട് സ്പീഡ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. 84 സ്പീഡ് കിട്ടും. പിന്നെ ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് നമ്മളതൊന്നും അറിയില്ല. മെയിനായിട്ട് കിക്കിംഗ് പവറാണ് ഈ കാർഡ് എവിടെ നിന്ന് അടിച്ചാലും എങ്ങനെയാണ് ഗോൾ കയറാൻ ഒരു 70% ചാൻസ് ഉണ്ട്. പിന്നെ മറ്റ് എല്ലാ കാർഡുകളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വീക്ക് ഫുട്ട് ആക്യുറസി കൂടുതലാണ്. അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റ് കാർഡുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ വീക്ക് ഫുട്ട് ആക്യുറസി റെയർലി ആണെങ്കിൽ വെരി ഹൈ ആണ്. അതായത് റൈറ്റ് ഫുട്ടിന് അടിച്ചാലും ഗോളെന്ന് നമുക്ക് ഏകദേശം കൺഫേം ആണ്. പിന്നെ കിക്കിംഗ് പവറും ഞാൻ ട്രെയിൻ ചെയ്ത് നല്ല കിക്കിംഗ് പവറുണ്ട്. 103 കിക്കിംഗ് പവർ എത്തുന്നുണ്ട് ഈ കാർഡ്. പിന്നെ മറ്റ് കാർഡിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വിക്നെസ് എനിക്ക് ബാക്കി ഈ വർഷം വന്ന ബ്ലിറ്റ്സ് കേർ മെസ്സി ആണെങ്കിലും വേൾഡ് കപ്പ് മെസ്സി ആണെങ്കിലും ബൂട്ട് കിസ്സിങ് മെസ്സി ആണെങ്കിലും ഈ കാർഡിൻ്റെ ക്വിക്നെസ് എനിക്ക് മറ്റ് കാർഡുകൾക്കൊന്നും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് തോന്നിയിട്ടില്ല. അതെന്ന് വെച്ചാൽ ഒരു നല്ല ഡിഫൻഡറാണ്, ഏത് ഡിഫൻഡറാണേലും നമുക്ക് ബീറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്താൽ അത്ര ക്വിക്കായിട്ട് ഈ കാർഡ് ടേൺ ചെയ്യും. ഡിഫൻഡർ ബീറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകിൽ ഷോട്ട് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ബോളുമായിട്ട് മുന്നേറാൻ ഇതിന് സാധിക്കും ഈ കാർഡ്. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഇത്രയും കാർഡ് യൂസ് ചെയ്ത് ഇത്രയും മാച്ച് കളിച്ചതിൽ ഈ ഒരു കാർഡ് എൻഡ് കാർഡ് എന്ന് തന്നെ പറയാം. കൊണാമി തന്ന മെസ്സികളുടെ കാർഡിൽ വെച്ച് ഇതൊരു എൻഡ് കാർഡ് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമാകാം. അതായത് നിങ്ങൾ ആരെങ്കിലും ഈ കാർഡ് കിട്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക. ഇപ്പോഴും ഇതിൻ്റെ ആ പെർഫോമൻസ് പഴയതുപോലെ ഉണ്ട്, നെർഫ് ചെയ്തിട്ടില്ല. 100% ഞാൻ ഉറപ്പിച്ച് പറയാം. ഇതിൻ്റെ പവർ അത് കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ഈ കാർഡ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വിക്നെസ്സിനോ ഒരു പ്രശ്നം, നമുക്ക് സ്പീഡൊന്നും ഒരു പോരായ്മയായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ കിട്ടിയ നമുക്ക് ബ്ലിറ്റ്സ് കേർ മെസ്സി നല്ല സ്പീഡുണ്ട്, പക്ഷേ അതിനേക്കാളും ക്വിക്കും സ്പീഡും ഈ കാർഡിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് പേഴ്സണലി കളിപ്പിക്കുമ്പോൾ ഓൺലൈൻ മാച്ചിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ പറയുക. അതായത് ഈ കാർഡ് കിട്ടിയ ആരും ഇത് യൂസ് ചെയ്യാതെ, ഇപ്പോൾ പുതിയ ബ്ലിറ്റ്സ് കേറിൽ കിട്ടിയാൽ ചിലപ്പോൾ ആരും ഇത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. എന്നിരുന്നാലും ഇത് യൂസ് ചെയ്ത് ഇതും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ബ്ലിറ്റ്സ് കേർ മെസ്സി ഏകദേശം എത്ര മാച്ച് കളിച്ചതാണ്, 475 മാച്ച് കളിച്ചിട്ടുണ്ട് ഈ കാർഡ് വെച്ച്. പക്ഷേ ഞാൻ ഇതുമായിട്ടുള്ള കമ്പാരിസൺ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഗെയിം കളിച്ചത്. എന്നിരുന്നാൽ കൂടെ ആ കാർഡ് തരുന്ന പെർഫോമൻസ് എനിക്ക് ഈ കാർഡിന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്ക്വാഡിൽ കറൻ്റ് യൂസ് ചെയ്യുന്ന സൺ ഓഫ് ഗോഡ് തന്നെയാണ്. ഈ കാർഡ് ഒരു എൻഡ് കാർഡ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ പറയുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.